നമസ്കാരം. ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട്. അപ്പം എന്തൊക്കെയായാലും നമ്മുടെ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇപ്പോൾ ഭായ് ഭായ് ആയിരിക്കുന്നു. ഇന്ത്യ ചീന ഭായ് ഭായ് എന്ന് പറയുന്നത് പോലെ. പിന്നെ പിണറായി സഖാവിനോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. അത്യാവശ്യം തമിഴ് ജനതയ്ക്ക് വേണ്ട വികസനത്തിനുള്ള വകയൊക്കെ MK സ്റ്റാലിൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ കാര്യവും പറയണം. സത്യമായ കാര്യങ്ങൾ സത്യമായി തന്നെ പറയണമല്ലോ. തമിഴ്നാട്ടിലെ ജനതയ്ക്ക് അത്യാവശ്യം വേണ്ട വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ MK സ്റ്റാലിൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആശാ വർക്കർമാർ പട്ടിണി കിടക്കുന്നു. ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. ഇവിടെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നു. ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ ജനങ്ങൾ നട്ടം തിരിയുന്നു. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ഇവർ എന്ത് ഭായ് ഭായ് ആയാലും കേന്ദ്രത്തിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് തങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച യോഗം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കുന്നത് തങ്ങളുടെ പോരാട്ടം മൂലമാണ് എന്നാണ് സ്റ്റാലിനും പിണറായിയും അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പറഞ്ഞത്. യോഗം സംഘടിപ്പിച്ചതിന് സ്റ്റാലിന് പ്രത്യേക നന്ദി, പ്രത്യേക സ്നേഹം, കെട്ടിപ്പിടുത്തം, ഉമ്മ കൊടുക്കൽ, അങ്ങനെ പല കാര്യങ്ങളും നടന്നു എന്ന് കേൾക്കുന്നു. ഗിണ്ടിയിൽ ITC ഹോട്ടലിലാണ് ഈ യോഗം നടന്നത്. കേന്ദ്രത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് സംശയങ്ങളുണ്ട്. മണ്ഡല പുനർനിർണയം സുതാര്യവും നീതിയുക്തവുമാകണം. അടുത്ത 25 വർഷത്തേക്ക് മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്ന് കനിമൊഴി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം യോഗത്തിൽ 13 പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കോൺഗ്രസ് പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തില്ല. മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങളിൽ പോലും സമവായത്തിലെത്താൻ കഴിയാത്ത മുഖ്യമന്ത്രിമാരാണ് മോദിക്കെതിരെ ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. നിലവിൽ കൊള്ളയും കൊലയും നടക്കുന്ന കേരളത്തിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാറ്റാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം. അതുപോലെ തന്നെ ഈ ഭാഷാ വിഷയവുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലെ ചില വികാരങ്ങൾ മാറ്റാനുള്ള നടപടിയാണ് സ്റ്റാലിൻ കാണിക്കുന്നത്. ഈ മണ്ഡല പുനർനിർണയം എന്താണ് എന്നുള്ളത് അത് ജനസംഖ്യാപരമായ, സാമൂഹികമായ, സാങ്കേതികമായ കാരണങ്ങളാൽ തന്നെ കൃത്യമായ നിയമ പുസ്തകങ്ങളിലടക്കം അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിലടക്കം നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണമേ. ഇവിടെ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് വോട്ട് കിട്ടുന്ന രീതിയിൽ മാത്രമേ മണ്ഡലം പുനർനിർണയം ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാലിനും പിണറായി വിജയനും അല്ലല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. നിങ്ങളല്ലല്ലോ സുപ്രീം കോടതി, നിങ്ങളല്ലല്ലോ ഇന്ത്യൻ പ്രസിഡന്റ്. എന്തൊക്കെയായാലും ശരി, ഈ ഒരു വിഷയത്തിലെങ്കിലും ഈ ഒരു മുഖ്യമന്ത്രിമാർ ഒരുമിച്ച് കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയും പല വിഷയങ്ങളിൽ തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക, നിങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അല്ലാതെ എല്ലാത്തിലും കേന്ദ്രത്തിന്റെ നെഞ്ചത്തോട്ട് കയറുകയും മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് അത് മരവിപ്പിക്കണം, ഞങ്ങൾക്ക് സൗകര്യം പോലെ വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളിൽ മാത്രമേ ആ ഒരു മണ്ഡല പുനർനിർണയം നടത്താവുള്ളൂ, ആ ഒരു ആൾക്കാരെ കേന്ദ്രീകരിച്ച് മണ്ഡല പുനർനിർണയം നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിടന്ന് വിളിച്ചു പോകുന്നത് വെറുതെ കാട്ടിൽ വെടിവെക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ, എങ്ങും എത്തില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഈ ഭാഷാ പ്രശ്നത്തിൽ നിന്നും ഇവിടെ ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ തന്നെ ഈ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. മുഖ്യമന്ത്രിമാര്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ അങ്ങനെ അധികമില്ല, എന്നാലും ആരും പങ്കെടുത്തില്ല. അപ്പം മണ്ഡല പുനർനിർണയം എങ്ങനെ വേണം എന്ന് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നന്നായിട്ടറിയാം. അതല്ലെങ്കിൽ സുപ്രീം കോടതിയുണ്ട്. ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തുകൊള്ളും. ഇവിടെ ഈ ഇങ്ങേയറ്റത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ ഇട്ട് നട്ടം തിരിക്കുന്ന 2 മുഖ്യമന്ത്രിമാർ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളെങ്ങാനും പ്രധാനമന്ത്രിമാരാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ DMK-യോ CPM-ഓ CPM DMK-യും കൂടെ ചേർന്ന് ഇന്ത്യ ഭരിക്കുന്ന സമയം വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തുകൊള്ളൂ. ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്, ഇവിടെ നിയമ സംവിധാനമുണ്ട്, ഇവിടെ ഭരണഘടനയുണ്ട്, ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അതൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊള്ളൂ. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം
സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.